ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഷോപ്രൈറ്റ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ അമേരിക്കയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മഴ പൊടിയുക അല്ലെങ്കിൽ നല്ലൊരു വെയിലാവുക, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കട്ടെ. നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് കാലാവസ്ഥ എന്നുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതേ നല്ല ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ന്യൂജേഴ്സി തന്നെ ഒരു 150ഓളം ഷോപ്പ് റേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തതിനുള്ള ഷോപ്പ് റേറ്റിലേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണത്. വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതേ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഇങ്ങനെ പൂക്കളാണ്. ഇതിപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുമാതിരത്തെ കുറേ പൂക്കളിൻ്റെ ചെടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്ത് രസമാണെന്ന് അറിഞ്ഞാൽ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഒരു ചട്ടിയിൽ തന്നെ പല കളറിലുള്ള വെറൈറ്റി പൂക്കളൊക്കെയാണ് നമ്മൾ അവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പല വിലയുടെയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലുലു പോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ മീറ്റുകളൊക്കെ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് സീ ഫുഡുകളാണ് കേട്ടോ. ഈ സാൽമൺ അതുപോലെ തന്നെ പ്രോൺസ് അതൊക്കെ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫുള്ള് പൂക്കളുടെ സെക്ഷനിലേക്കാണ് നമ്മൾ വന്നേക്കണത്. ഇത് ആദ്യം ഞാൻ വിചാരിച്ചേ വല്ല പ്ലാസ്റ്റിക് പൂവാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ ഇത് തൊട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല ഒറിജിനൽ പൂക്കളാണ്. എന്ത് രസമാണല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഏത് സൂപ്പർ മാർക്കറ്റിലും ഇതിനൊരു സെക്ഷൻ തന്നെ ഉണ്ട്, ഫുള്ള് ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട്. അതിനുശേഷം ഞാനിങ്ങനെ കുറേ സെക്ഷനിലൂടെ ഇങ്ങനെ നടന്ന് എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം എന്തായാലും ഈ ഒരു വീഡിയോയിലും എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത് ഇങ്ങനെ പോട്ടെ. ഇനി ഞാൻ ഇന്ന് കാണിക്കാത്ത കാഴ്ചകൾ വേറൊരു വീഡിയോയിലായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ മീറ്റിൻ്റെ വേറൊരു സെക്ഷനിലേക്കാണ് വന്നേക്കണത്. ഇവിടെ മിക്ക മീറ്റുകൾ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ള് ബീഫും അതുപോലെ തന്നെ ചിക്കനൊക്കെയാണ്. ഈ ഗ്രില്ല് ചെയ്യാൻ പാകത്തിനായിട്ടേ ചിക്കനൊക്കെ ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ ബീഫൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവരിങ്ങനെ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ വച്ചേക്കണതാണ് ഈ കാണുന്നത്. നമുക്ക് അറിയാത്ത കുറേ ടൈപ്പും ഇങ്ങനെ മസാലയൊക്കെ തേച്ച് പല ഡിഷുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നമ്മളിങ്ങനെ വെറുതെ അതൊക്കെ കുറേയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ. നമ്മളിപ്പോൾ പച്ചക്കറിയുടെ സെക്ഷനിലേക്കാണ് വന്നേക്കുന്നത്. ഞാനൊരു ക്യാപ്സിക്കം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ചെന്നിട്ട് വേണം കുഴിമന്തി റെഡിയാക്കാനായിട്ട്. പച്ചക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടണ എല്ലാ ഐറ്റംസുകളൊന്നും ഇവിടെ കിട്ടൂല. കുറച്ച് ഐറ്റംസുകളൊക്കെ, പക്ഷെ എല്ലാം ഒന്നും ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. അടയിന് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയും ഉണ്ട് കേട്ടോ പൂക്കളുടെ സെക്ഷൻ. നമ്മൾ നേരത്തെ കണ്ടില്ല, അത് മാത്രത്തെ ബൊക്കകളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ബേക്കറി അതുപോലെ തന്നെ ആ ഒരു ഫുഡ് കോർട്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. ഫസ്റ്റ് തന്നെ ഇവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കുക്കീസുകളും ബ്രെഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റെഡി ആയിട്ടുള്ള കുറേ പാസ്തകൾ കേട്ടോ, പല വെറൈറ്റി ആയിട്ടുള്ള പാസ്തകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മിക്സ് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഡിഷുകൾ ഇവിടെ കുക്കായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി നല്ല രസം ഉണ്ടായിരുന്നു. ഒരുപാട് ഡിഷുകൾ കേട്ടോ, വെറൈറ്റി. അപ്പോൾ നമുക്ക് ഏത് വേണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. ഇത് കണ്ടില്ലേ, ഇത് ഫ്രൈഡ് ചിക്കൻ അതുപോലെ തന്നെ ചിക്കൻ വിങ്സ്, സാലഡുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ. നമ്മളപ്പോൾ ഇതിൽ നിന്ന് ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊന്നും അറിയില്ല. എന്തായാലും വാങ്ങിയ എല്ലാ ഫുഡിനും നല്ല ഒരുവിധ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു ഓഫറുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിൽ. പിന്നെ മാത്രമല്ല ഇവിടെ എന്തോരം ഈ പ്രായമായിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാൽ പർച്ചേസിന് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെയാണ് തോന്നട്ടെ, ഫുള്ള് പ്രായമായിട്ടുള്ള കപ്പിൾസുകളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഒരു കേക്കിൻ്റെ സെക്ഷനിലേക്കാണ് വന്നേക്കുന്നത്. വളരെ സ്മോളായിട്ടുള്ള കേക്ക് തുടങ്ങി വളരെ ബിഗ് കേക്കുകൾ വരെ ഇവിടെയുണ്ട്. അത്യാവശ്യം കേക്കിനും വില കുറവൊക്കെ ഉണ്ട്. ഒരുപാട് വെറൈറ്റി കേക്കുകളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വീഡിയോയിൽ ഇതിൻ്റെ വലിപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിനൊക്കെ. ഈ ലാസ്റ്റ് കണ്ടതിന് അത്ര വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.
ഈ അമേരിക്കയിലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും എന്ത് വലുതാണെന്ന് അറിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷോപ്പ്രൈറ്റ്, വാൾമാർട്ട്, പിന്നെ അതുപോലെ തന്നെ കോസ്കോ, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുകൾ, അതൊക്കെ ഏറ്റവും വലിപ്പം കൂടുതലാണ്. അവിടത്തേക്ക് ഓരോ ഐറ്റംസുകളുടെയൊക്കെ ക്വാണ്ടിറ്റി കാണും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ തന്നെ നല്ല രസമാണ്. നമുക്ക് വീഡിയോ എടുത്തു പോകും. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മളിവിടെ വന്നിട്ട് ഞാൻ മുഴുവനായിട്ട് നമുക്കൊന്ന് കാണാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്ക് വലുതാണ്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ പകർത്തിയിട്ടുള്ളൂ. ഇനി എന്തായാലും വരുമ്പോൾ കാണിക്കാത്ത വേറെ ഭാഗങ്ങളും കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പോകുന്നത് വേറൊരു ഷോപ്പിലേക്കാണ്. അപ്പോൾ ആ പോകുന്ന വഴി ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കണേണ്. കാരണം എന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ പോരാത്തതിന് ഈ പച്ചപ്പൊക്കെ വന്നേക്കണതാണ് എന്ത് രസമാണെന്ന് അറിഞ്ഞാൽ കാണാനായിട്ട്. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊത്തത്തിൽ എല്ലായിടത്തും പച്ചപ്പൊന്നും അങ്ങനെ ആയിട്ടൊന്നുമില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പോയപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്താണ്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ അത് വേറൊരു ഏരിയ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് അടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മളങ്ങനെ ആ ഒരു ഷോപ്പിൻ്റെ അടുത്തെത്തി. ഇവിടെ നമുക്ക് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ കുഴിമന്തിയുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതേ ക്യാപ്സിക്കം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചക്ക വെട്ടണ മാതിരിയാണ് ക്യാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ക്യാപ്സിക്കം കൊണ്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മതി നമുക്ക് കുഴിമന്തിക്ക് വേണ്ടിയിട്ട്. ഇത് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറിഞ്ഞ് ഒരു സവാളയും പിന്നെ അതുപോലെ തന്നെ പുതിനയില, മല്ലിയില, ഇതൊക്കെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ അതേ കുക്കറിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കുറച്ച് മഞ്ഞളും ഉപ്പൊക്കെ തേച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും സവാളയും അതുപോലെ തന്നെ മല്ലിയില, പുതിനയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തൊലിയുള്ള ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അത് കാണാൻ പറ്റിയില്ല, കാരണം മസാല തേച്ച് പോയല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ അതേ ചിക്കൻ ക്യൂബും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഫ്ലേവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഞെരടി മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വെക്കണേ. എന്നാലേ ഉള്ളൂ ആ ചിക്കനിലേക്ക് എല്ലാത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് കയറി അതങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ അതേ നമ്മളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ ഒരു വിസിൽ അടിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു വിസിലിൽ നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരും. അപ്പോൾ ഇത് നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടി ഇതേ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മളിതേ വെള്ളത്തിൽ കുതിർത്തി ഇട്ടേക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ. ഇനി ഇതേ ഇതൊരുവിധം ഹാഫ് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഇതാവണ്ട. നമ്മൾ ഈ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കണ പോലെ തന്നെ ആ ഒരു രീതിയിൽ വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതേ വെള്ളമൊക്കെ ഊറ്റി ഇങ്ങനെ കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കണേണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ കുഴിമന്തി വെക്കാം കേട്ടോ. ഞാൻ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതേ നമ്മുടെ അരിയൊക്കെ ഇവിടെ വെന്ത് നല്ല അടിപൊളി ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ടില്ലേ, ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേനും ഇതൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നു. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി, വെള്ളം അവിടെ അങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിലിട്ടിട്ട് നമുക്കൊന്ന് ഒരു മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ റൈസ്. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ആ വെള്ളം. അതിലേക്ക് നമ്മുടെ ചോറ് ഇങ്ങനെ ഫുള്ള് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് പകർത്തി ഇട്ട് കൊടുക്കാം. ഈ റൈസെല്ലാം മൊത്തം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ പീസുകൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെക്കണമെന്നൊന്നുമില്ല. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിക്കനെല്ലാം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കൊരു അബദ്ധം മനസ്സിലായത്. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ടേ കുറച്ച് ഇത് ഒഴിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ചിക്കനൊക്കെ ഒരുവിധം അങ്ങോട്ട് സൈഡിലേക്കൊക്കെ ഒതുക്കി വെച്ച് അതിന് ശേഷമാണ് പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് കളറൊന്നും ചേർക്കണമൊന്നുമില്ല. ജസ്റ്റ് മഞ്ഞപ്പൊടി ഇങ്ങനെ കലക്കിയിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ നടുക്ക് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കണുള്ളൂ. ചിക്കൻ വച്ചില്ലായിരുന്നെങ്കിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. പിന്നെ മുളക് പൊടിയും കുറച്ച് കലക്കി വെച്ചതിന് ശേഷം ചിക്കനൊക്കെ പൊതിഞ്ഞു വെച്ച് പിന്നെ അതേ പച്ചമുളകും വെച്ച് നമുക്കിതൊന്ന് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി വിസിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മതി, കാരണം എല്ലാം വെന്തതല്ലേ.
അങ്ങനെ അതിങ്ങനെ വന്നത് ഇത് കണ്ടില്ലേ, ആവി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴിമന്തിന്നോ ബിരിയാണിന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ, പക്ഷേ ഞാൻ കുഴിമന്തി എന്നേ പറയുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. നല്ല അടിപൊളി മണമുണ്ട്. ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചാറാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം തുടക്കത്തിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചായിരുന്നല്ലോ ചിക്കനൊക്കെ ഇങ്ങനെ മസാലയൊക്കെ തേച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഈ ഒരു ഡിഷ്. ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. സാധാരണ കുഴിമന്തി ആണെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുമല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് വളരെയധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ കുറച്ച് പുതിനയിലയും തേങ്ങയൊക്കെ വെച്ച് ഒരു ചട്നി മയോണൈസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയുടെ കൂടെയാണ് ഈ ചട്നി റെഡിയാക്കാറ്, പക്ഷേ ഞാനിന്ന് ഇതിൻ്റെ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിക്കണേണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.